നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അടുത്തറിയാമിൻ്റെ പുതിയൊരു സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും മികച്ച അവസരമാണ് കേട്ടോ. സോ നമുക്ക് പുറത്തു പോയി ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാതെ തന്നെ നമ്മളുടെ ഇന്ത്യയിൽ കൊച്ചിയിൽ സേക്രഡ് ഹാർട്ട് കോളേജിൽ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു ഡിഗ്രി എടുത്താലോ? യെസ്, അപ്പോൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് മാനേജ്മെൻറ്റ് AICHM പറ്റിയിട്ടുള്ള വിശേഷങ്ങളാണ്. സോ യെസ്, അപ്പം അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോവാണ് സുബ. Today marks the beginning of an exciting journey as we officially launch AICHM Education and Healthcare India in partnership with Sacred Heart College, Tevara. As a proud Keralite who has spent many years building education, healthcare, community services initiatives in Australia, it gives me immense joy to bring the vision back to Kerala. നമ്മൾ എല്ലാവരും ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള പുറത്തുള്ള കൺട്രീസിൽ പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നമ്മളുടെ ഇപ്പോഴത്തെ കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായം ചെന്നവരുണ്ടാവാം. അപ്പം എന്തുകൊണ്ട് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ നിന്നുകൊണ്ട് ആ ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്കിവിടെ നടത്തിക്കൂടാ എന്നുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ചിന്താഗതിയോട് കൂടെ ഇന്ന് ഇവിടെ ഒഫീഷ്യലായിട്ട് സോഫ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ് AICHM. സോ ഡെഫിനറ്റ്ലി അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറും സിഇഒയുമായിട്ടുള്ള ജോസഫ് ദേവസ്യ സാറിനെയാണ് നമ്മൾ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നത്. വെൽക്കം സർ. താങ്ക് യു ദേവിക. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ദേവികയോടിരുന്ന് സംസാരിച്ച് നമ്മളുടെ കോളേജിനെക്കുറിച്ചും നമ്മളോട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിനകത്ത്. ഓക്കെ, സോ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇപ്പം നമ്മുടെ യൂത്ത് ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഇപ്പോൾ ജോലിക്കൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിലും എങ്ങനെയെങ്കിലും പുറത്തു പോകണം, ജോലി സെറ്റ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനൊരു തടസ്സമായിട്ട് വരുന്നുണ്ട്. ചിലർക്ക് ക്യാഷിൻ്റെ പ്രശ്നമായിരിക്കാം, ചിലർക്ക് എഡ്യൂക്കേഷൻ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ. അപ്പം അതിനൊക്കെ മറികടന്നുകൊണ്ട് നമ്മളുടെ ഇന്ത്യയിൽ അതും സാറിൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. അവിടെ ഒരു എംപ്ലോയി ആയിട്ട് നമ്മളുടെ ഒരു പുറത്ത് ചെന്ന് അവിടെ തന്നെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. സോ അതിൻ്റെ ഒരു ജേർണി, ഒരു വെരി ഫസ്റ്റ് തൊട്ടുള്ള ഒരു ജേർണി ഒന്ന് നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞാൻ ഒരു സ്റ്റുഡൻറ്റ് വിസ പോയ ഒരാളാണ് 18 വർഷം മുമ്പ്. അപ്പോൾ അന്ന് ഒരു 1 year ഉള്ള ഡിപ്ലോമ കോഴ്സ് പഠിക്കാൻ വേണ്ടി സ്റ്റുഡൻ്റായിട്ട് പോയപ്പോൾ ഒത്തിരി അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. നമ്മൾ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അത്ര വർഷം മുമ്പ് അവിടെ പോയി അവിടെ ഒരു കെയറായിട്ട് ജോലി ചെയ്തു. കാരണം സ്റ്റുഡൻ്റായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ പല ജോലികളുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് ജോലി കിട്ടാനൊരു സാധ്യതകളുള്ളത്. കാരണം കെയർ ഇൻഡസ്ട്രി ഒത്തിരി അതുപോലെ ഡിമാൻഡ് ഉള്ളതാണ്. അവിടുന്ന് ബേസിക്കലി സോഷ്യൽ വർക്കറാണ്. ആ ജോലികൾ ചെയ്തു. 6 വർഷം മുമ്പാണ് ഏജ് കെയറിൽ ഡിസബിലിറ്റിയിലെ കമ്പനി തുടങ്ങുന്നത്. ഇന്ന് ഓൾ ഓവർ ഓസ്ട്രേലിയയിൽ പല സ്റ്റേറ്റിലായിട്ട് 250ഓളം സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. പല കെയർ ഹൗസുകളുണ്ട്. അതിനകത്ത് അപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള പല സ്റ്റാഫുകൾ തന്നെ ക്വാളിഫിക്കേഷൻസ് ഒരു ഇതുമായിട്ട് കണ്ടു. അതുകൊണ്ടാണ് എഡ്യൂക്കേഷനോട് താല്പര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ആ ഒരു സെക്ടറിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. കോളേജിൻ്റെ അപ്രൂവൽ കിട്ടി. നമ്മൾ ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് മാനേജ്മെൻറ്റ് എന്നുള്ള സ്ഥാപനം തുടങ്ങിയത്. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു കെയർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കമ്മ്യൂണിറ്റി സർവീസസ് ആണ്. അതുപോലെ മോണ്ടെസറി ടീച്ചേഴ്സ്. ഇവിടെ മോണ്ടെസറി എന്ന് പറയും, അവിടെ എയർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്ന് പറയും. അപ്പോൾ ആ ഒരു ജേർണിയിൽ ദേവിക പറഞ്ഞ മാതിരി പൈസ ഇപ്പം ഒത്തിരി ആൾക്കാർക്ക് നമുക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. വിസ കിട്ടണമെങ്കിൽ വിസ റൂൾസ് വളരെ ഒത്തിരി ഉണ്ട്. അവര് ഒരു പേരൻസിന്റെ ഒരു ഇൻകം കാണിക്കണം, അല്ലെങ്കിൽ ഇത്ര മിനിമം ബാങ്കിൽ വേണമെന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് ആണെന്ന് പറയാറുണ്ട്. ഒത്തിരി ആൾക്കാർ പുതിയ ജനറേഷൻ പുറത്തേക്ക് പോകുന്നു, അതിന് പകരം ഇവിടെ നിർത്തുക. പക്ഷെ എല്ലാവർക്കും ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ക്വാളിഫിക്കേഷൻ വേണമെന്നുള്ള ഒരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു നമ്മുടെ ഓസ്ട്രേലിയൻ സ്ഥാപനത്തിന്റെ ക്യാമ്പസ് ഇവിടെ ആരംഭിക്കാം എന്ന് ഉള്ള പ്ലാൻ ചെയ്തത്, ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പം തേവര സേക്രഡ് ഹാർട്ട് കോളേജ് അതിന് നമുക്ക് പാർട്ട്ണർഷിപ്പിന് മുന്നോട്ട് വന്നു. മലയാളികളില്ലാത്ത ഒരു മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റും. എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ജോബ് ചെയ്യുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്കിംഗ് ക്ലാസ് ലോകത്തെല്ലായിടത്തും ഉണ്ട്. അതിലൊരു നിശ്ചിത ശതമാനം കേരളത്തിൽ നിന്നുള്ള ആളുകളാണെന്നുള്ള രീതിയിൽ നമുക്ക് അഭിമാനിക്കാം. ഓസ്ട്രേലിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് മാനേജ്മെൻറ്റ് അത് ഏറ്റവും നന്നായി, അത് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം അത്
തേവര സേക്രഡ് ഹാർട്ട് കോളേജുമായി അസോസിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആ ക്യാമ്പസിൽ നിന്നാണ്. ഈ ഒരു റീജിയണൽ ക്യാമ്പസ് ഈ സ്ഥാപനവുമായി സഹകരിച്ച് ചെയ്യുന്നു. അത് ഇറ്റ് ഗിവ്സ് എ ലോട്ട് ഓഫ് വാല്യൂ, ലോട്ട് ഓഫ് അഡ്വാൻറ്റേജ്. നന്നായി നടക്കട്ടെ. എല്ലാ ആശംസകളും. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി, നമസ്കാരം. സോ ഇന്നത്തെ സെഗ്മെന്റിൽ പുറത്തു പോയിട്ട് പഠിക്കാതെ തന്നെ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റിയിൽ നമ്മളുടെ കൊച്ചിയിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം, ഏതൊക്കെ കോഴ്സസ് ഉണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു കിട്ടിയത് അല്ലേ. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ആൻഡ് ഇനിയും അടുത്തൊരു സെഗ്മെന്റിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ബൈ ഫ്രം ദേവിക.